ഹായ് നമസ്കാരം ഫ്രണ്ട്സ്. കണ്ണൂർ ടു കാശ്മീർ യാത്രയുടെ 4ാം ദിവസമാണ്. നമ്മളുള്ളത് ഗുജറാത്തിലാണ്. ഇന്ന് പുറപ്പെടുന്നത് നമ്മൾ സ്റ്റാച്യു ഓഫ് യൂണിറ്റി എന്നറിയപ്പെടുന്ന സർദാർ വല്ലഭായ് പട്ടേലിൻ്റെ പ്രതിമ കാണാൻ വേണ്ടിയിട്ടാണ്. അപ്പോൾ നമ്മൾ താമസിച്ച ഹോട്ടലിൽ നിന്ന് ഏകദേശം 12 കിലോമീറ്റർ ദൂരെയാണ് പ്രതിമയുടെ അടുത്തേക്ക്. പക്ഷേ 5 കിലോമീറ്റർ സഞ്ചരിച്ചാൽ അവിടെ നിന്നും പാർക്കിംഗ് സ്ലോട്ടുണ്ട്. ആ പാർക്കിംഗ് സ്ലോട്ടിൽ നമ്മുടെ പ്രൈവറ്റ് വാഹനങ്ങൾ പാർക്ക് ചെയ്തതിന് ശേഷം മാത്രം അവിടെ നിന്ന് നമ്മൾ ഷീ ടാക്സി അല്ലെങ്കിൽ നമ്മുടെ ബസ് സർവീസ് ഉണ്ട്. ഗുജറാത്ത് ഗവൺമെൻറ്റിൻ്റെ ബസ് സർവീസ് അല്ലെങ്കിൽ പിങ്ക് ടാക്സി. ഒരുപാട് വനിതകൾ ഈ പിങ്ക് ടാക്സി ഉപയോഗിച്ചുകൊണ്ട് അവിടെ ഉപജീവന മാർഗം നടത്തുന്നുണ്ട്. അതിനുശേഷം നമ്മൾ ബസ്സിലാണ് യാത്ര ചെയ്തത്. ബസ്സിൽ ഫ്രീ ആണ്. നമ്മൾ ടിക്കറ്റ് 350 രൂപയാണ്. കൗണ്ടറിൽ നിന്ന് ടിക്കറ്റ് എടുത്തു. കാരണം 380 രൂപയിൽ ടിക്കറ്റ് എടുത്താൽ മാത്രമേ നമുക്ക് പ്രതിമയുടെ ഉൾവശത്ത് കൂടി ലിഫ്റ്റിൽ മുകളിലേക്ക് പോകാൻ പറ്റുള്ളൂ. അല്ലെങ്കിൽ നമുക്ക് പുറംഭാഗം മാത്രം കണ്ടിട്ടേ വരാനേ പറ്റുള്ളൂ. അപ്പോൾ ബസ്സിന് വേണ്ടി ലൈൻ നിന്നു. അതിനുശേഷം ബസ് വന്നു. ഫ്രീ സർവീസ് ബസ്സാണ്. AC ബസ് ഗുജറാത്ത് സർവീസിൻ്റെ ഗുജറാത്ത് റോഡ് ട്രാൻസ്പോർട്ട് ബസ്സാണ്. അപ്പോൾ അവിടെ നിന്ന് നേരെ നമ്മൾ പ്രതിമയുടെ അടുത്തേക്കാണ്. അവിടെ ചെന്ന് നമ്മുടെ പാസ് അവർ സ്കാൻ ചെയ്യും. ആദ്യം നമ്മുടെയൊക്കെ പാസ് സ്കാൻ ചെയ്തതിന് ശേഷം പിന്നീടുള്ള ഒരു കടമ്പ എന്ന് പറയുന്നത് CISF ഭടന്മാരുടെ സെക്യൂരിറ്റി ചെക്കാണ്. എയർപോർട്ടിലൊക്കെ നമ്മൾ കാണുന്നത് പോലെ തന്നെ നമ്മുടെ സെക്യൂരിറ്റി ചെക്കൊക്കെ കഴിഞ്ഞ് നമ്മൾ അകത്തോട്ട് ചെന്ന് കഴിഞ്ഞാൽ വളരെ വിസ്തീർണത്തിൽ ഒരുപാട് വിശാലമായ സ്ഥലത്ത് ആണ് നമ്മുടെ ഈ ഒരു പ്രതിമ സ്ഥിതി ചെയ്യുന്നത്. നർമ്മദാ നദിയുടെ നടുഭാഗത്താണ്. 182 മീറ്ററിലധികം ഉയരത്തിലാണ് ഈ ഒരു പ്രതിമ സ്ഥിതി ചെയ്യുന്നത്. ലോകത്തിന് തന്നെ അത്ഭുതമായിട്ടുള്ളൊരു പ്രതിമ തന്നെയാണ്. നർമ്മദാ നദിയുടെ നടുവശത്ത് ഈ ഒരു പ്രതിമ ഇങ്ങനെ സ്ഥിതി ചെയ്യുന്നത്. വളരെ ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള ഒരുപാട് കാഴ്ചകളാണ് നമുക്കവിടെ സമ്മാനിച്ചത്. അപ്പോൾ നമ്മൾ ആ പ്രതിമയുടെ അകത്ത് ഏകദേശം ഒരു 7-8 നിലകളോളം അകത്ത് പോയി അവിടെ നിന്ന് താഴോട്ടുള്ള കാഴ്ച കാണാൻ വേണ്ടി നെറ്റ് പോലുള്ളൊരു സംവിധാനം ഒരുക്കിയിട്ടുണ്ട്. നമുക്ക് പുറകിൽ നിന്ന് നോക്കിക്കഴിഞ്ഞാൽ കാണില്ല. അതിനകത്ത് തന്നെ നമ്മുടെ വല്ലഭായ് പട്ടേലിൻ്റെ ജീവചരിത്രം പറഞ്ഞുകൊണ്ടുള്ള തിയേറ്റർ ഉണ്ട്. ഒരുപാട് കാഴ്ചകൾ നമുക്കതിൽ കാണാൻ സാധിക്കും. അപ്പോൾ നിങ്ങൾക്കൊക്കെ സമയമുണ്ടെങ്കിൽ സന്ദർഭം കിട്ടുകയാണെങ്കിൽ തീർച്ചയായിട്ടും ഈ ഒരു സ്ഥലത്ത് വരിക, ഈ ഒരു സ്ഥലം സന്ദർശിക്കാം. ഞങ്ങൾ ഒരു 2 മണിക്കൂറോളം അവിടെ ചേർന്നതിന് ശേഷം വീണ്ടും ഞങ്ങൾ അവിടെ നിന്നുള്ള ബസ്സിൽ തിരിച്ച് നമ്മുടെ പാർക്കിംഗ് സ്ലോട്ടിൽ വന്നിട്ട് നമ്മൾ പാർക്കിംഗ് സ്ലോട്ടിൽ നിന്ന് വണ്ടി എടുത്തുകൊണ്ട് റൂമിലോട്ട് വന്നു. പക്ഷേ അതിന് മുമ്പേ നമ്മളൊരു ജംഗിൾ സഫാരിയൊക്കെ ചെയ്തിട്ടുണ്ടായിരുന്നു. അതൊന്നും ഈ വീഡിയോയിൽ ഉൾപ്പെടുത്തുന്നില്ല. എന്തായാലും നമ്മളെ സപ്പോർട്ട് ചെയ്യുന്ന നമ്മുടെ യാത്രയ്ക്ക് ഒരുപാട് പ്രാർത്ഥനകൾ നൽകുന്ന എല്ലാ ഫ്രണ്ട്സിനും ഒരുപാട് നന്ദി.